ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നു എക്സാമിന് പറ്റിയിട്ടാണ്. എക്സാമിന് ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നു എക്സാമിനെ പറ്റിയിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ആദ്യം തന്നെ പറയാം, ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക. ഇനി ആർക്കെങ്കിലും ഷോർട്ട് നോട്ട്സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇഗ്നു എക്സാമിന് പോകുമ്പം എന്തൊക്കെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാവും, അത് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുപോവുക. ഫോണിലുണ്ട് എന്നുള്ളത് അറിയാം, പക്ഷേ പ്രിൻ്റ് എടുത്തിട്ട് തന്നെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾ ഇഗ്നു സമർത്ഥത്തിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതും പ്രിൻ്റബിളായിട്ട് കൊണ്ടുപോവുക. പിന്നെ ചില സെൻറ്റേഴ്സ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് ചോദിക്കും, ആധാറോ അല്ലെങ്കിൽ ID കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം അത് ജസ്റ്റ് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നോക്കുക. കാരണം നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സെൻറ്റർ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഇത് വേറെ സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് നേരെ നോക്കിയിട്ട് തന്നെ പോവുക. പിന്നെ ഫസ്റ്റ് എക്സാമിന് എന്തായാലും കുറച്ചധികം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ചിലവർക്ക് കുറേ ലോങ് സെൻറ്ററൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അറിയില്ല എത്ര ടൈം കൊണ്ട് എത്തും എന്നുള്ളതൊന്നും. അപ്പം പാനിക് ആവാണ്ട് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എക്സാം സെൻറ്ററിലോട്ട് എത്തുക. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിട്ടാവും കിട്ടുന്നുണ്ടാവുക. അതിൽ ഒരു 25 പേജസ് ഉണ്ടാവും. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ ഫില്ല് ചെയ്യണം. അതായത് എൻറോൾമെൻറ്റ് നമ്പർ, സബ്ജക്റ്റ്, അതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാനുള്ളതായിരിക്കും. അതവർ പറഞ്ഞു തരും, അവിടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ 25 പേജസാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇത്ര മാർക്കിന് എത്ര എഴുതണം. ഇപ്പോൾ ഒരു 6 മാർക്കൊക്കെ ആണെങ്കിൽ ഒരു 1 പേജൊക്കെ എഴുതണം. അപ്പം അത് നമ്മളെ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് ഒരു ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നത് എന്തായാലും ബെറ്റർ ആയിരിക്കും. പിന്നെ ആൻസർ എഴുതുമ്പം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യുന്നത് ഒരു ഇംപ്രഷൻ കിട്ടാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വിടാതിരിക്കുക. ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ എഴുതാം. അത് മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും അറിയില്ല എന്ന് കരുതിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വിടരുത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ലാസ്റ്റിലോട്ട് വെച്ചോ. അറിയുന്നതൊക്കെ ഫസ്റ്റ് എഴുതിയിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ലാസ്റ്റിലേക്ക് വെച്ചോ, പക്ഷെ ഒരിക്കലും അത് കംപ്ലീറ്റ് വിടരുത്. പിന്നെ പ്രോപ്പർ ഹെഡിങ്സും ഡയഗ്രാംസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ്സും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്ത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇഗ്നു എക്സാംസ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഇഗ്നു എക്സാംസിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇഗ്നു കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.